ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളൊരു കൃതജ്ഞതാ ഗീതമാണ് ധ്യാനിക്കുന്നത്. 124 സങ്കീർത്തനം. കർത്താവ് നമ്മുടെ പക്ഷത്ത് എന്നുള്ളത് 8 തിരുവചനങ്ങളുള്ള ഒരു സങ്കീർത്തനം. കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ഇസ്രായേൽ പറയട്ടെ എന്ന് സങ്കീർത്തനം ആരംഭിക്കുകയാണ്. ഇസ്രായേൽ പറയട്ടെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇസ്രായേലിൽ പറഞ്ഞിരുന്ന ഒരു പഴമൊഴി ആകാൻ സാധ്യതയുണ്ട്. മനുഷ്യര് നമുക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ നമ്മളെ ജീവനോടെ വിഴുങ്ങുമായിരുന്നു എന്ന് സങ്കീർത്തകൻ പറയുന്നു. വെള്ളം നമ്മളെ ഒഴുക്കിക്കളയുമായിരുന്നു. പ്രളയം നമ്മുടെ മേൽ കടന്ന് നമ്മളുടെ ജീവൻ തന്നെ അപഹരിക്കുമായിരുന്നു. നമ്മെ ഇരയാക്കി കൊടുക്കാത്തതിന്, നമ്മുടെ ജീവൻ സംരക്ഷിച്ചതിന് ദൈവം നല്ലവനാണെന്നും അനുഗ്രഹിക്കപ്പെടുന്നവനാണെന്നും സങ്കീർത്തകൻ പ്രഖ്യാപിക്കപ്പെടുന്നു. വേടന്റെ കണിയിൽ നിന്ന് രക്ഷപ്പെട്ട പക്ഷിയെ പോലെ നാം രക്ഷപ്പെട്ടു. സ്വർഗവും ഭൂമിയും ഉണ്ടാക്കിയ കർത്താവിന്റെ നാമത്തിലാണ് നമ്മുടെ സഹായമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എന്തും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും എന്നുള്ളത് നമുക്ക് ബോധ്യത്തിലേക്ക് കൊണ്ടുവരാം. ഇന്നത്തെ ദിവസം നമ്മൾ ശക്തമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കണം. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഒരുവനും നമ്മളെ നശിപ്പിക്കാൻ പറ്റില്ല. ആർക്കും നമ്മളെ തകർക്കാൻ പറ്റില്ല. ഒരു ശക്തിക്കും നമ്മളെ നശിപ്പിക്കാൻ പറ്റില്ല. ഈ ഒരു വലിയ ബോധവും തീരുമാനവും നമുക്ക് മനസ്സിൽ കാത്തു സൂക്ഷിക്കാം. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.